അങ്ങനെ ഞങ്ങൾ ലൂട്ടനിലെത്തി. ഒളി തണുപ്പ് അമ്മതി തണുപ്പിട്ടാ. സീരീസ് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിന്റെ ഒരു പ്ലാനിങ്ങിലാണ്. ഹായ് മച്ചന്മാരെ, മിസ്നാൻ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു എന്താ പറയുക, ഒരു ട്രാവലിംഗ് ആണ്. നമ്മൾ UK വന്നിട്ട് ലണ്ടനിൽ വന്നിട്ട് നമ്മൾ എന്താ പറയുക, ഒരു ഫസ്റ്റ് ഔട്ടിങ് പോകുന്നത് എങ്ങടാന്ന് വെച്ചാൽ നമ്മുടെ ഇത്താത്താടെ വീട്ടിലേക്കാണ്, മിസ്നാടെ ഇത്താത്താടെ വീട്ടിലേക്കാണ്. പിന്നെ അത് കൂടാതെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിന്റെ വീട്ടിൽ ഒന്ന് മീറ്റ് ചെയ്യണം. അപ്പോൾ 2 സ്ഥലത്തും പോകാനാണ് ഉദ്ദേശം. അപ്പോൾ ഔട്ടർ ലണ്ടനിൽ ഞങ്ങൾ ഇത് വന്നതിന് ശേഷം ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ ലണ്ടൻ സിറ്റിയുടെ ഒരു ഇത് വിട്ട് എന്താ പറയുക, ഒരു ഗ്രീനിഷ് ഒക്കെ കാണാൻ വേണ്ടിയാണ്, നമ്മുടെ നാടിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടും കേട്ടോ. അതേപോലെ ഒരു സിറ്റി ഒക്കെ വിട്ട് പുറത്തേക്കുള്ളൊരു ട്രിപ്പാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഞാനാണ് കൊണ്ടുപോയി കാണിക്കുന്നത്. നേരത്തെ വന്നുകൊണ്ട് മിസ്സിനെ എല്ലാം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കാണ്. സോ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുക. കാണാൻ പോകുന്നത് കിടിലൻ സ്ഥലങ്ങളായിരിക്കും. ഓക്കെ, സ്റ്റേ ട്യൂൺ. ഇപ്പം നമ്മൾ സ്ട്രാറ്റ്ഫോർഡ് ഇൻ്റർനാഷണലിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത് ലൂട്ടനിലേക്ക്. അപ്പോൾ ട്രെയിൻ ടിക്കറ്റൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തു. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇല്ലേ, ഞാൻ എൻ്റെ കോളേജിൽ പോകുന്നത് BRP കളക്ഷന്, അതിൽ കണ്ട സെയിം പ്രൊസീജിയറാണ് നമ്മളിവിടെ ആപ്പ് യൂസ് ചെയ്ത് ട്രെയിൻ ബുക്ക് ചെയ്തു. അപ്പോൾ ഇപ്പോൾ സ്ട്രാറ്റ്ഫോർഡ് ഇൻ്റർനാഷണലാണ്. ഇവിടെ നിന്ന് നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ വരും. അപ്പോൾ ലണ്ടനിൽ ഇങ്ങനെ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഈ പറഞ്ഞ പോലെ ഇവിടെ എല്ലാവർക്കും നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്, ഡ്യൂട്ടിക്കും അതേപോലെ കോഴ്സിനൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഈ പറയും പോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമാണ് നമുക്ക് ഔട്ടിംഗ് ഒക്കെ പുറത്ത് കിട്ടുള്ളൂ. ഇതേപോലെ സൺഡേ വീക്കെൻഡിലൊക്കെ മാത്രമാണ് ഔട്ടിംഗ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഔട്ടിങ്ങിലൊക്കെ നിങ്ങൾ ഇതേപോലെ യാത്രകൾ കാണിക്കാനായിട്ട് ഞങ്ങളുണ്ടാവും. മാത്രമല്ല കുറച്ച് അടിപൊളി വെബ് സീരീസ് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇവിടുത്തെ സിറ്റി കാണിക്കാനും അതേപോലെ ഞങ്ങളുടെ കുറച്ച് ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് കുറച്ച് വെബ് സീരീസും കൂടി ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ലണ്ടനിൻ്റെ എന്താണ് നഗരപ്രാന്ത പ്രദേശങ്ങളിൽ നിന്ന് എന്താണ് UK ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ചേക്കേറുകയാണ് മക്കളെ, ചേക്കേറുകയാണ്. അങ്ങനെ സെറ്റപ്പല്ലേ. ഇപ്പോൾ നമ്മളുള്ള സെൻറ്റ് പാൻക്രാസ് ഇൻ്റർനാഷണലിലാണ്. അപ്പോൾ സ്ട്രാറ്റ്ഫോർഡ് ഇൻ്റർനാഷണലിൽ നിന്ന് ഡയറക്റ്റ് സെൻറ്റ് പാൻക്രാസിലേക്കാണ് നമുക്ക് ട്രെയിൻ കിട്ടിയത്. ഇനി ഇവിടെ നിന്നാണ് ലൂട്ടനിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ ചുറ്റും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് കാര്യങ്ങൾ, ഷോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കാണ്. അവിടെ കേക്കിൻ്റെ ഒക്കെ കുറേ ഷോപ്പുകളൊക്കെ കാണാം. അപ്പോൾ ക്രിസ്മസിനെ വരവേൽക്കാൻ ഇവിടെ ലണ്ടനിൽ എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ മിസ്സിനെ പറഞ്ഞ പോലെ ക്രിസ്മസിനെ വരവേക്കാനായിട്ട് ഇവിടെ എല്ലാം സെറ്റായി തുടങ്ങി. ഡെക്കറേഷൻസ് ഒക്കെ എല്ലായിടത്തും എവിടെ നോക്കിയാലും ഡെക്കറേഷനാണ്. പിന്നെ മാത്രമല്ല ലണ്ടനിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ വന്നിട്ട് തോന്നിയത് എന്തൊരു കൊച്ചു കുട്ടിക്ക് പോലും ഈസി ആയിട്ട് ട്രാവൽ ചെയ്യും. കാരണം ഇവിടുത്തെ ഫെസിലിറ്റീസ് ലൈക്ക് ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും എല്ലാം വെൽ റിട്ടേൺ ആണ്. കാരണം ഇപ്പോൾ നോക്കിയാൽ അറിയാം, എല്ലാത്തിനും ഡിസ്പ്ലേ ബോർഡുകൾ എല്ലായിടത്തും. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഡിജിറ്റലൈസ് അത്ര ആയിട്ടില്ലെങ്കിൽ പോലും ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഡിജിറ്റലാണ്. എല്ലാത്തിനും ഓപ്ഷൻ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഇവർ വെൽ റിട്ടേൺ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്കൊരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോണിൽ റൂട്ട് നോക്കുക, ഈ ഡിസ്പ്ലേയിൽ റൂട്ട് നോക്കുക, ട്രാവൽ ചെയ്യാം. അതാണ് ലണ്ടനിലെ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയൊരു കാര്യം. അങ്ങനെ ഞങ്ങൾ ലൂട്ടനിലെത്തി. ഒരു രക്ഷയില്ല, ഒളി തണുപ്പ് അമ്മതി തണുപ്പിട്ടാ. നമ്മള് ചിലപ്പോ ലണ്ടൻ സിറ്റിയിൽ ദൂരെ വരുന്നതാണ് എയറോപ്ലെയിൻ, എന്തൊക്കെ കാണണം. അപ്പൊ നമ്മള് ഇവിടെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിക്കണം. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ലണ്ടൻ സിറ്റിയിൽ നിന്ന് ഞങ്ങൾ കയറിയ സമയത്ത് കുറച്ച് തണുപ്പ് കുറവായിരുന്നു. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് തണുപ്പ് കൂടുതൽ ഫീൽ ചെയ്യുന്നതെന്ന് തോന്നുന്നത്.
അപ്പോൾ ഇവിടുത്തെ ജസ്റ്റ് സിറ്റിയുടെ ഒരു ഔട്ട്ലൈൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഷമീർക്ക്. അപ്പോൾ ഷമീർക്ക് എത്തി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വസീമിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആൾ. അപ്പോൾ ആളുടെ കൂടെ നമ്മളങ്ങനെ ട്രാവലിംഗ് തിരിച്ചിട്ടോ. ഒരു ഫോറസ്റ്റ് ഏരിയയിൽ പോകുന്ന ഒരു ഫീല് പെട്ടെന്ന് എനിക്ക് തോന്നി, നാട്ടിൽ പോലെ ഒരു പ്രത്യേക ഒരു ഫീലൊക്കെ തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. നമ്മളെ ഈ വഴി വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടമായി. അത് കാരണം ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് ഇവിടെ അല്ലേ. നല്ല നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു അടിക്കിലെ ലൊക്കേഷൻ ആയിരുന്നുണ്ട്. അത് കാരണം ജസ്റ്റ് നിർത്തിയതാണ്. നല്ല വൈബ് കാണാൻ. മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു പ്ലേസ് ആണ് കേട്ടോ. ഡൺസ്റ്റബിൾ ഡൗൺ ഹില്ലില്ലേ, അങ്ങനെയാണ് ഈ പറയുന്നത്. ഈ പ്ലേസിന് ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഷമീർക്കാടെ വീട്ടിൽ വന്ന് ഞങ്ങൾ നന്നായിട്ട് അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പോൾ ഒന്ന് ചുറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഷമീർക്കായും നമ്മുടെ ഒരു മച്ചാൻ്റെ പേര് ഞാൻ വിട്ടുപോയി, ബാസിത്തും കൂടെയും ക്യാമറക്ക് പിന്നിലാണ്. ഓക്കെ, ഷമീർക്ക് ഭയങ്കര എന്താ ഷൈ ആണെന്നുള്ളു, ക്യാമറ പിന്നിലൊന്നും വരാത്ത ആളായതുകൊണ്ടാണ്. എങ്ങനെയുണ്ട് പറഞ്ഞോ? നിസാറിനെ ജാക്കറ്റ് ഒന്നും വേണ്ട, ഇവിടെ തണുപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞ് വന്നാണ്. ഒരു രക്ഷയില്ല, കൈയൊക്കെ മരവിച്ച് തുടങ്ങി. ഒരു രക്ഷയില്ല. പിന്നെ മാത്രം നല്ല ഫീൽ ഇട്ടോ, നല്ല നല്ല അടിപൊളി പ്ലേസ്. തണുപ്പ് കാറ്റ് കുറഞ്ഞിരുന്നെങ്കിൽ നല്ല പൊള്ളി ഫീലായിരുന്നു. ഇതാണ് ബെഡ്ഫോർഡ് ഷെയറിൽ, അതായത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഡൺസ്റ്റബിൾ ഡൗൺ. മിസ്സാനെ മഞ്ഞ് വിളിക്കാൻ വേണ്ടതാ. ഇതിപ്പോൾ സമയം എത്രയെന്ന് അറിയോ? ഏകദേശം ഒരു 1:30-2 മണിക്കാണ്ട് ഈ തണുപ്പ് അസ്തമിക്കാൻ തോന്നുന്നു അറിയണ്ട. ഒരു രക്ഷയില്ലാന്ന് തോന്നുന്നതേ. മാറിക്കാണ് തണുപ്പ് കൊള്ളാൻ പറ്റാത്തത്. പിന്നെന്താ നല്ല വൈബ്. പിന്നെന്താ പറയാ, അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അവിടെ എന്തോ എയർപ്ലെയിൻ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ചോദിച്ചോക്കുന്നത് എന്താണെന്നുള്ളത്. ഈ കാണുന്നതാണ് നാഷണൽ ഗ്ലൈഡിംഗ് ക്ലബിൻ്റെ ഗ്ലൈഡിംഗ് ഫ്ലൈറ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്കും ഫ്ലൈറ്റ് ഓടിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 140 pounds ആണ് പെർ ഹെഡ്. അപ്പോൾ അതിനൊന്നും നമ്മളിപ്പോൾ പോയില്ല, അതിന് വേണ്ടി പിന്നീട് ഒരിക്കലും നമ്മൾ വരും. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല ചാൻസാണ് നമുക്ക്. ദൂരെ വെയിൽ കാണുന്നുണ്ട്, വെയിൽ അന്വേഷിച്ച് പോവാ. ലണ്ടൻ സിറ്റിയിൽ നിന്നും ഏകദേശം 34 മൈൽ ദൂരെയുള്ള ലൂട്ടൺ എന്ന പ്രദേശത്തെ ഡൺസ്റ്റബിൾ ഡൗൺ എന്ന പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെ സഞ്ചാരികളെ ആകർഷിക്കാനും ഒരു കൈറ്റ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ നാഷണൽ ഗ്ലൈഡിംഗ് ക്ലബിൻ്റെ ഗ്ലൈഡർ ഫ്ലൈയിങ്ങും നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു 140 pound കൊടുത്താൽ നമുക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇത്തവണ അതൊന്നും ട്രൈ ചെയ്തില്ല, കാരണം നമ്മളങ്ങനെ പ്രതീക്ഷിച്ച് പോയൊരു സംഭവമല്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ പ്രദേശം കണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഇവിടേക്ക് ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. മാത്രമല്ല, ലണ്ടൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു പ്രദേശം തേടി ആളുകൾ വരുന്നുണ്ട്. ഈ ഒരു പ്രദേശത്തെ പറ്റി ഒരുപാട് ആളുകൾ പുകഴ്ത്തി പറയുന്നുമുണ്ട്. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, പക്ഷേ അത് ഇവിടെ വന്ന ആ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ പറയുന്ന കേട്ടോ. ക്യാമറമാന്റെ കൈ മരവിച്ചു. പൊള്ളി വൈബ്, പൊള്ളി. പൊള്ളി തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഔട്ടർ ലണ്ടനിൽ ഞങ്ങൾ ലണ്ടൻ സിറ്റിയിൽ നിന്ന് വന്നിട്ട് സിറ്റിയിൽ ആ ഒരു ക്ലൈമറ്റാന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത്.
ഒരു ഡ്രസ്സൊക്കെ ഉണ്ടുള്ളൂ, പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടായില്ല. ഇതൊന്നുമല്ല, അമ്മാതിരി തണുപ്പ് എന്ന് പറഞ്ഞാൽ പൊടി തണുപ്പ്. മിസ്സിനെ വെയിൽ കൊള്ളാൻ വേണ്ടി അവിടെ പോയി വെയിൽ കൊള്ളാൻ നിൽക്കട്ടെ. വെയിൽ കണ്ടുപിടിച്ചു. അപ്പോൾ വെയിലത്തെ അവിടെ നിന്ന് വരുന്നുണ്ട്, കുറച്ച് വെയിലുണ്ട്. മൂക്കിന്നൊക്കെ സീനായി തുടങ്ങി. 5 ഡിഗ്രിയാണ് തണുപ്പ്, പക്ഷേ 2 ഡിഗ്രി ഫീല്. ജസ്റ്റ് റിയൽ 2 ഡിഗ്രി പോലെയാണ് ഫീൽ. മരവിത്തിരിക്കുകയാണ്. തണുത്തില്ല എന്ന് പറയും. UK വന്നാൽ തണുത്തില്ലാന്ന് ഇനി മേലാലും മിസ്റ്റർ പറയില്ല. എനിക്ക് തണുക്കള്ളാന്ന് പറഞ്ഞു വന്ന ഒരാള് ഒരു രക്ഷയില്ല. അപ്പൊ ഗായ്സ് കണ്ട കുറേ വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ആളുകൾ ഒരുപാട് വണ്ടി ഇവിടെ വന്ന് പാർക്ക് ചെയ്യും, എന്നിട്ട് താഴേക്ക് അവർ ട്രാവൽ ചെയ്യും. ഇതാണ് സംഭവം. രണ്ടാളിവിടെ ചൂടുകൊള്ളാൻ വന്നിരിക്കാണ് നൈസായിട്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയും കിടിലൻ വിശേഷമൊക്കെ ആയിട്ട് UK നിന്നും ഷെഫീഖ് എത്തുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ്. ബൈ.